സംഘമായി ചെയ്യുന്ന പ്രവൃത്തിയെ ഒരാളുടെ പ്രവൃത്തിയായിട്ട് റെഡ്യൂസ് ചെയ്തതാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയും ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കാമല്ലേ. അതാണ് സംഘജീവികളായിരിക്കുന്ന ഒരു ഗോത്രത്തിനകത്തുള്ളവരെല്ലാവരും, അതിനകത്തിപ്പം ഹണ്ടർ ഗ്യാതറേഴ്സ് ആയിട്ട് പോകുന്നവർ, ഒരു മൃഗത്തിനെ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റാത്ത മൃഗത്തിനെ അവർ സംഘമായിട്ടാണ് പിടിക്കുന്നത്. സംഘമായി പിടിക്കുമ്പം അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനം ഒരാൾക്ക് മാത്രമായിട്ട് പോകേണ്ട ആവശ്യം എന്താ? അങ്ങനെ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ആ പങ്ക് വയ്ക്കാതെ ഉണ്ടാക്കുന്ന സിസ്റ്റം ഉണ്ടാക്കിയത് അടിമയായി പിടിച്ചുകൊണ്ട് വന്ന് പണിയെടുപ്പിക്കാൻ തുടങ്ങിയപ്പോഴും അതിനകത്തു നിന്നുണ്ടായ അടിമകൾ നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യം കുറച്ചുകൂടെ ചെയ്യണം എന്ന് പിന്നെ കണ്ടെത്തുന്നത് വഴിയായപ്പോഴാണ് അടിമ തൊഴിലാളിയായി മാറുന്നത്. സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അല്ല, അടിമ തൊഴിലാളിയായി മാറുന്ന പ്രോസസ്സാണ് നിങ്ങൾ പറയുന്നത്. അടിമയായിരുന്ന സമയത്ത് അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി അമേരിക്കയിൽ ജോലി ചെയ്യിക്കുമ്പം അവരുടെ ജീവിത സാഹചര്യം, അവർ മരിച്ചു പോയ പകരം ഒരു അടിമയെ മേടിക്കുന്നു എന്നുള്ളതല്ലാതെ അവർ അങ്ങനെ നന്നായി ജീവിക്കുക എന്ന് പറയുന്ന സങ്കല്പമില്ലായിരുന്നു. അടിമത്തം മാറ്റുമ്പോഴാണ് തൊഴിലാളികളുണ്ടാകുന്നത്, തൊഴിൽ വിറ്റ് ജീവിക്കുന്നവരുണ്ടാകുന്നത്.